കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയായ ദൈവം സൂര്യനും പരിചയമാണ്. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. ആദിയിങ്കൽ കൈപ്പാകിലും പാട്ടുകാരൻ പാടിയതുപോലെ നമ്മുടെ അന്ത്യത്തെ മധുരമാക്കാനും കാർമേഘമുണ്ടെങ്കിലും അതിനകത്ത് മിന്നുന്നൊരു സൂര്യശോഭയുണ്ട്. ആകാശത്ത് വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ലെങ്കിൽ ഒരു കാറ്റ് കടന്ന് തെളിയിക്കുന്നത് പോലെ ചില ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. സഹോദരങ്ങളെ, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്, ജീവിപ്പിക്കുന്ന ദൈവമാണ്. ആഴങ്ങളിൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. ആഴിയിൽ പാതയൊരുക്കുന്ന ദൈവമാണ്. ആഴങ്ങളിൽ നിന്ന് തിരികെ കയറ്റുന്ന ദൈവമാണ്. ആഴിയെ പാതയാക്കിയ ദൈവമല്ലേ നമ്മുടെ ദൈവം. സ്തോത്രം. നന്ദി പറയാൻ തയ്യാറായിക്കോളൂ. തിരിഞ്ഞു നിന്നിട്ട് പറ, അങ്ങ് നടത്തിയതല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ദാവീദ് അതാ പറഞ്ഞത്, ഹോവയെ ഇത്രത്തോളം കൊണ്ടുവരാൻ അടിയൻ എന്തുള്ളൂ, അടിയന്റെ ഗ്രഹം എന്തുള്ളൂ. 27-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അപ്പനും അമ്മയും ഉപേക്ഷിച്ചു എങ്കിലും യഹോവ എന്നെ ചേർത്തു. ചേർത്ത് നിർത്തേണ്ടവർ, ആശ്വസിപ്പിക്കേണ്ടവർ, കൂടെ നിർത്തി പ്രാധാന്യം കൊടുക്കേണ്ടവർ ഒക്കെ മാറ്റി നിർത്തുമ്പോഴാണ് ദാവീദ് പറഞ്ഞത്, എങ്കിലും യഹോവ എന്നെ ചേർത്തു. ശമൂവേൽ വന്നപ്പോൾ ദാവീദ് യഥാർത്ഥത്തിൽ അവിടെ ഇല്ലായിരുന്നല്ലോ ആ സമയത്ത്. അപ്പോഴല്ലേ ചോദിച്ച, എല്ലാവരുമായോ? ഒരുവനുണ്ട്, അവൻ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കും, വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ മനുഷ്യൻ പ്രാധാന്യം തരാത്തതിനെ, മാറ്റി നിർത്തുന്നതിനെ ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവരുന്ന സർവശക്തിയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. മനുഷ്യൻ മാറ്റി നിർത്തിയ, വില കൽപ്പിക്കാതെ ഇരുന്ന ഒരു സമയം വീണ്ടും ദാവീദിന്റെ ജീവിതത്തിലുണ്ടായി. എല്ലാം താഴ്വരയിൽ ഫിലിസ്തീൻ ശക്തികൾ ഇസ്രായേൽ ശക്തികളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇസ്രായേൽ പുറകോട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദാവീദ് അവിടേക്ക് വന്നത്. ആ സമയത്ത് ശൗലിനെ നിരുത്സാഹപ്പെടുത്തി, നിനക്ക് ഫിലിസ്തീനോട് എടുക്കുവാനുള്ള ശക്തിയില്ല, നീ ബാലനാണ്, നിനക്കതിനുള്ള പ്രാപ്തിയില്ലെന്ന് അവർ അവിടെ മാറ്റി നിർത്തുകയാണ്. പിന്നെ സഹോദരന്മാരുണ്ടായിരുന്നു അവിടെ. ആട്ടിൻകുട്ടികളെ കാട്ടിൽ വിട്ടേച്ച്, നീ എന്തിനിവിടെ വന്നു, നിനക്കെന്താ ഇവിടെ കാര്യമെന്ന് ചോദിച്ച്, നിന്നെ കൊണ്ട് ഇവിടെ ഒന്നും കഴിയത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ സമയങ്ങളുണ്ട്. പക്ഷെ അവിടെയും അഭിഷേകത്തിന്റെ ശക്തിയാണ് ദാവീദ് പറഞ്ഞത്, നിങ്ങൾ മാറ്റി നിർത്തിയാലും അഭിഷേകത്തിന്റെ ശക്തിക്കൊരു മാറ്റവുമില്ല, ദൈവാത്മാവിന്റെ ഇടപെടലുകൾക്കൊരു മാറ്റവുമില്ല, ദൈവപ്രവൃത്തികൾക്കൊരു മാറ്റവുമില്ല എന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ സന്ദേശം ഏറ്റെടുക്കണം. ദൈവം ഒരുവനെ അനുഗ്രഹിച്ചാൽ, ദൈവം ഒരു വാഗ്ദത്തം ചെയ്താൽ, എവിടെ കിടന്നാലും അവിടുന്ന് നമ്മളെ വരുത്തും. നടക്കത്തില്ലെന്ന് ചിന്തിച്ച് എനിക്കൊരു സാധ്യതയുമില്ല സഹോദരങ്ങളുടെ ഇടയിൽ, ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവർക്കില്ലാത്ത ഒരു അഭിഷേകം നിന്റെ അകത്തുണ്ടെങ്കിൽ, അവർക്ക് ചെന്നെത്താൻ പറ്റാത്ത ഇടത്ത് നിന്നെ എത്തിച്ച അഭിഷേകത്താൽ എളിയവനെ പൊടിയിൽ നിന്ന് ഉയർത്തി, ദരിദ്രനെ കോപ്പയിൽ നിന്ന് ഉയർത്തി, പ്രഭുക്കന്മാരോട് കൂടെ, കണ്ടോ പൊസിഷന് വ്യത്യാസം, കണ്ടോ, തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ തന്നെ ഇരുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഇന്നു പകൽ തന്റെ ജനം അറിയാതിരിക്കരുത്. സഹോദരങ്ങളെ, ദൈവം നമ്മളോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണുക,
ഒന്നുകൂടി പറഞ്ഞാൽ, മാറ്റി നിർത്തിയവർ കാണെ ദൈവം യോസഫിനെ ദേശത്ത് അധിപനാക്കി മാറ്റിയില്ലേ? അതുവരെ വിലയിട്ടവരെല്ലാം യോസഫിന്റെ താഴെ വന്നില്ലേ? യോസഫിന്റെ മുമ്പിൽ വന്നില്ലേ? സഹോദരങ്ങളെ, അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ദൈവം ഒരുവനെ സഹായിച്ചാൽ, ദൈവത്തിന്റെ അരുളപ്പാട് ഒരു കുടുംബത്തിന്റെ മേൽ, തലമുറകളുടെ മേൽ ഉണ്ടായാൽ, ആര് നിങ്ങളെ ഒതുക്കാൻ നോക്കിയാലും നടക്കത്തില്ല. തല ഉയർത്തിപ്പിടിപ്പിക്കുന്നവനും അതിമഹത്തായ പ്രതിഫലവും എന്റെ ദൈവം അത്രയെന്ന് വീണ്ടും പരിശുദ്ധാത്മാവ് പറയുന്നു. 2 സംഖ്യ വാക്യം, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതുമെന്ത്? ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായതാണ് നിരൂപിക്കുന്നത്. ആർക്കെതിരെയാണെന്നറിയാമോ? യഹോവയ്ക്കും അവന്റെ അഭിഷക്തനും വിരോധമായി. അപ്പൊ ദൈവത്തിന്റെ അഭിഷക്തന്മാർക്ക് വിരോധമായി ചിന്തിക്കുന്ന ചിന്തകൾ, ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടുകൾ, കലഹങ്ങൾ, ഇത് കണ്ടു മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അത് ദൈവത്തിനോട് എതിർക്കുന്നതിന് തുല്യ. മനസ്സിലായോ? നമുക്കെതിരെ അണിയറയിൽ പദ്ധതി ഒരുക്കി കലഹമുണ്ടാക്കി തകർത്ത് കളയാൻ ശ്രമിക്കുമ്പോൾ ദൈവം പറയുന്നു, അവർ വ്യർത്ഥമായിട്ടാണ് നിരൂപിക്കുന്നത്. അത് നടക്കത്തില്ല. കാണുന്ന ഒരു ദൈവമുണ്ട്. പ്രിയരെ, നമ്മൾ ചിന്തിക്കരുത് നമ്മൾ ഒറ്റയ്ക്കാണ്, എന്റെ കൂടെ ആരുമില്ല, എനിക്കുള്ള ശക്തിയില്ല എതിർത്ത് നിൽക്കാൻ. മനുഷ്യരായിട്ട് നിങ്ങൾ എതിർക്കണ്ട. മറിച്ച് സർവശക്തനായ ഒരു ദൈവം, നിന്നെ വിളിച്ചൊരു ദൈവം, തിരഞ്ഞെടുത്തൊരു ദൈവം, കണ്ട ഒരു ദൈവം, കൈവിടാത്ത ഒരു ദൈവം ഇന്നു പകലിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കരയറ്റണം. ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്ന ദൈവം. മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നു, അറിവ് കൂടാതെ ആലോചനയെ മറിക്കുന്ന ഇവനാർ. അത് നമ്മുടെ ദൈവമാണ്. സ്തോത്രം. ചില ആലോചനകൾ ഇന്ന് പകൽ തന്റെ ജനത്തിനെതിരെ, വ്യക്തിത്വ തലമുറകൾക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ, അഭിഷക്തന്മാർക്കെതിരെ വ്യാപരിച്ചു വിടാൻ ശ്രമിക്കുമ്പോൾ, ഇല്ല, അതിന്മേൽ ദൈവം പറയുക, അവർ വ്യർത്ഥമായത് ചെയ്യുക, ഞാനതിനെ പൊളിക്കാൻ പോകുക. നിങ്ങൾക്കെതിരെ ചിന്തിക്കുന്നത് എനിക്കെതിരെ ചിന്തിക്കണ്ടോ? യഹോവയ്ക്കും തന്റെ അഭിഷക്തന്മാർക്കും വിരോധമായി ആരൊക്കെ എഴുന്നേറ്റാലും, അധികാരങ്ങൾ എഴുന്നേൽക്കട്ടെ, പാരമ്പര്യങ്ങൾ എഴുന്നേൽക്കട്ടെ, മന്ത്രവാദങ്ങൾ എഴുന്നേൽക്കട്ടെ, ആഭിചാരങ്ങൾ എഴുന്നേൽക്കട്ടെ, ലക്ഷണവിദ്യ എഴുന്നേൽക്കട്ടെ, ഇതൊന്നും നമ്മളെ ജയിക്കുക. ദൈവം പറയുക, ഇതൊക്കെ വ്യർത്ഥമാണ്. അവർ നിന്നോട് യുദ്ധം ചെയ്യും, പക്ഷെ നിന്നെ ജയിക്കത്തില്ല. നിന്നെ രക്ഷിപ്പാൻ, വിടുവിക്കാൻ യഹോവ നിന്റെ കുടുംബത്തോട് കൂടെ ഉണ്ട് എന്ന് ഇന്ന് പകൽ പ്രിയ സഹോദരങ്ങളെ വിശ്വസിക്കുന്നവർ ആമൻ പറഞ്ഞ് ദൂത് ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എല്ലാ പദ്ധതികളെയും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ദുഷ്ടന്റെ പൊളിക്കുക. നമുക്കറിയാം, സെഖര്യാ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ തന്റെ ജനത്തിനെതിരെ ശത്രുക്കൾ പറയും, ഞങ്ങൾ കയറും മതിൽ തുറന്നു കിടക്കുകയാണ്, ഞങ്ങൾ അകത്ത് കയറി ഞങ്ങളുടെ പ്രവർത്തികൾ ചെയ്യും, ഞങ്ങളുടെ ഇഷ്ടം സാധിക്കും. ദൈവം പറഞ്ഞു, തെറ്റുപറ്റി, അവരെ തൊടുന്നവൻ എന്റെ കൺമണിയാണ് തൊടുന്നത്. മനസ്സിലായോ? തൊടാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞ് ഈ പകൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി ചില കുടുംബങ്ങളെ നോക്കി പറയുന്നു. ഇരച്ചു കയറാൻ നിൽക്കുന്ന, കീഴടക്കാൻ നിൽക്കുന്ന, ഒതുക്കാൻ നിൽക്കുന്ന ചില ശക്തിയുടെ മേൽ ഇന്ന് പകൽ ദൈവം നമുക്ക് ജയം നൽകാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരികയാ ചിലതിനെ പൊളിക്കാൻ. യെസ്, യേശുവിന്റെ നാമത്തിൽ വചനം പറയുന്നു, ഒരു വഴിയായി വന്നതിനെ 7 വഴിയായി എന്റെ ദൈവം ഓടിക്കാൻ പോകുകയാണ്. ചില ആലോചനകൾ പൊളിയാൻ പോകുക. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
അണിയറയിൽ പദ്ധതിയൊരുക്കി ചില വാക്തത്വ തലമുറകളെ, കുടുംബങ്ങളെ തകർത്ത് കളയാൻ നിൽക്കുന്ന ചില തന്ത്രങ്ങളെ ദൈവാത്മാവ് ഇന്നു പകൽ പൊളിച്ചിട്ട് പറയുന്നു, അത് വ്യർത്ഥമാണ്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അവരെ ജയിക്കാൻ പറ്റില്ല. അവർ എന്റെ ജനം ഒരു നാളും ലജിച്ചു പോകാൻ, എന്റെ ജനം തകർന്നു പോകാൻ, എന്റെ ജനം തലകുനിക്കപ്പെടാൻ, എന്റെ ജനം ദേശത്ത് ശക്തിയോടെ നിൽക്കാൻ എനിക്ക് പദ്ധതിയുള്ളപ്പോൾ അവരെ തകർക്കാൻ ഞാൻ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. ആലോചനകൾ പൊളിയാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങളുടെ ശരീരം വിടുതൽ പ്രാപിക്കുന്നു, നിങ്ങളുടെ തലമുറകൾ ദൈവത്തിലേക്ക് വരുന്നു. അത്ഭുതങ്ങൾ സംഭവം. ഇതുവരെ നടക്കാത്ത ചില വിഷയങ്ങളുടെ മേൽ ദൈവാത്മാവിന്റെ ഇടപെടൽ യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല, വിശ്വസിക്കുന്നവർ ഓടിപ്പോകുകയില്ല, വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം കാണും. നിങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിയോഗം ഇല്ലാതാക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ദൈവം ഇറങ്ങുന്നു യേശുവിന്റെ നാമത്തിൽ. തെനിച്ച പോലെ ചുറ്റുവളഞ്ഞത് മുൾത്തി പോലെ ഇന്ന് പകൽ കേട്ടുപോകുന്നു. ദൈവാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. യഹോവയ്ക്കും അവന്റെ അഭിഷക്തം വിരോധമായി രാജാക്കന്മാർ എഴുന്നേൽക്കട്ടെ. അധിപതികൾ ആലോചിക്കുകയും ചെയ്യുന്നത് എന്ത്? അത് നടക്കില്ല. സർവശക്തിയുള്ള ദൈവമേ, ഉന്നതനായ ദൈവമേ, ഉയർന്നിരിക്കുന്ന ദൈവമേ, നിങ്ങളുടെ മഹത്വമുള്ള ഭുജം ഇന്ന് പകൽ ഇറങ്ങിയിരിക്കാൻ സ്തോത്രം. അസാധ്യങ്ങൾ സാധ്യമായിരിക്കാൻ സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം. കൃപ വ്യാപരിക്കുന്നതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, എന്റെ ദൈവം വിടുതലിന്റെ ദൈവം, എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. സകല ആലോചനകളും ഞങ്ങൾക്കെതിരെയുള്ളതിനെ പൊളിക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പസ്ബിജു.